നോക്കാൻ പോകുന്നത് ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാമാണ്. ഇത് നമുക്ക് വൺ വേഡ് ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ചൈൽഡ് വെൽഫെയർ പ്രോഗ്രാംസ് ഷോർട്ട് നോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് എന്നിട്ട് എഴുതാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം അത് ഇനിഷ്യേറ്റ് ചെയ്തത് 1992 അല്ലെങ്കിൽ 1993 ചോദിച്ച ഓപ്ഷനകത്ത് 1992 ഉണ്ടെങ്കിൽ അത് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. വൺ വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡിൻ്റെ സർവൈവൽ, അതായത് സേഫ് ആയിട്ടുള്ള മദർഹുഡ് കൊടുക്കുകയും ചൈൽഡിൻ്റെ സർവൈവൽ കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിത് കൊടുക്കുന്നത്. എല്ലാ കൺട്രീസിലെ എല്ലാ ഡിസ്ട്രിക്റ്റും കവർ ചെയ്യാനാണ് ഈ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. 1996 to 1997 ഇത് മെയിനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. എല്ലാ കൺട്രീസിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഫൻറ്റ്, ചൈൽഡ്, മെറ്റേണൽ ഈ മൂന്ന് ആൾക്കാരെ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. ആ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എഫക്റ്റീവായിട്ടും നല്ല രീതിയിലും കൊടുക്കുക എന്നുള്ളതും എല്ലാ പുവർ ആയിട്ടുള്ള സർവീസസ് നടക്കുന്ന എല്ലാ കൺട്രീസിലും അല്ലെങ്കിൽ എല്ലാ ഏരിയാസിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും അതിൻ്റെ ഫങ്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യുക. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഫുള്ള് ഇന്ത്യൻ കൺട്രി കവർ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ പുവർ പെർഫോമിംഗ് ഏരിയാസിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയേണ്ടത് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പിയുടെ ആക്ടിവിറ്റീസ് ഇതിൻ്റെ കാര്യങ്ങൾ ആയിട്ട് ORS സാക്കറ്റ്സ് എങ്ങനെ സാഷേസ് എങ്ങനെ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് രണ്ടാമത്തെ പറയുന്നത്. മൂന്നാമത്തെ വെച്ചാൽ പ്രൊഫൈലാക്സിസ് സ്കീംസ്, അതായത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന അനീമിയ തടയാൻ വേണ്ടിയിട്ട്, പിന്നെ കുട്ടികളിലുള്ള ബ്ലൈൻഡ്നെസ് തടയാൻ വേണ്ടിയിട്ട്, വൈറ്റമിൻ A ഫോർട്ടിഫൈഡ് മിൽക്കൊക്കെ അറിയാമല്ലോ, അപ്പോൾ അങ്ങനെ ബ്ലൈൻഡ്നെസ് തടയാൻ വേണ്ടിയിട്ട്, അനീമിയ ഇൻ പ്രഗ്നൻസി ഒക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫൈലാക്സിസ് മെഷേഴ്സ് ആണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ, പ്രൊഫൈലാക്റ്റിക് ആയിട്ടുള്ള സ്കീംസ് ഉണ്ട്. അനീമിയ ഇൻ പ്രഗ്നൻസി ആൻഡ് ബ്ലൈൻഡ്നെസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ബ്ലൈൻഡ്നെസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പീനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ARI അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൻ്റെ കൺട്രോൾ. പിന്നെ ഈ ഡെലിവറി നടക്കുന്ന സമയത്ത് അസെപ്റ്റിക് ആയിട്ടുള്ള ഡെലിവറി കിറ്റും ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അതാണ് അഞ്ചാമത്തെ കാര്യങ്ങൾ. ട്രെയിൻഡ് ആയിട്ടുള്ള ബർത്ത് അറ്റൻഡൻസ്, ഡെലിവറിയുടെ ടൈമിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ബർത്ത് അറ്റൻഡൻസ് ഉണ്ടായിരിക്കുക. അതുപോലെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള അസെപ്റ്റിക് ആയിട്ടുള്ള ഡെലിവറി കിറ്റ്സുകൾ യൂസ് ചെയ്യുക, ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സുകളൊക്കെ സെറ്റ് ആക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ 6 പോയിന്റ്സ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഈ 6 പ്രോഗ്രാംസിൻ്റെയും സെറ്റായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനും അതിൻ്റെ എല്ലാ കൺട്രീസിലും എൻ്റയർ ഡിസ്ട്രിക്റ്റ് ഓഫ് ദ കൺട്രീസിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം 1992 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിനകത്ത് നോട്ടബിൾ സക്സസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ പ്രഗ്നൻറ്റ് വുമൻ, ഇൻഫൻറ്റ്, അതുപോലെ ചൈൽഡ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ IMR, MMR. IMR എന്ന് വെച്ചാൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും, അതുപോലെ തന്നെ വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡിസീസസിൻ്റെ ഒക്കെ ഇൻസിഡൻസ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല ഒരു കുറവ് അല്ലെങ്കിൽ റിഡക്ഷനാണ് കണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നല്ലൊരു നോട്ടബിൾ സക്സസ് ആണ് വന്നത്. അപ്പോൾ ഇതാണ് CSSM എന്ന് പറയുന്നത്. അപ്പോൾ ചൈൽഡ് വെൽഫെയർ പ്രോഗ്രാംസിനകത്ത് ഒരു പ്രോഗ്രാമാണ് CSSM എന്ന് പറയുന്നത്. അത് കൂടാതെ നമുക്ക് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേറൊരു വീഡിയോ ആയിട്ട് പറയാം.